നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പോയിന്റ് ഡിഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ പോയിന്റ് ഡിഫക്റ്റ് 3 വിഭാഗമുണ്ട്: സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോക്കിയോമെട്രിക് ഡിഫക്റ്റ്. അത് രണ്ടും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കൊണ്ട് ഇംപ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ മലയാള അർത്ഥം മാലിന്യം എന്നാണ്. നമ്മളിവിടെ മാലിന്യം കൊണ്ട് ചെളി എന്നൊന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ക്രിസ്റ്റലിനകത്ത് നമുക്കറിയാം, ഇപ്പോൾ സോഡിയം ക്ലോറൈഡിനകത്ത് ശരിക്കും ആരേ പാടുള്ളൂ? Na+ഉം Cl-. ഈ Na+ഉം Cl- അല്ലാത്ത വേറെ ഏത് മൂലകവും വേറെ ഏത് അയോണും അതിൻ്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിനെന്തായിട്ടാണ് പരിഗണിക്കുന്നത്? ഇംപ്യൂരിറ്റി അഥവാ ഫോറിൻ ആറ്റം. ഫോറിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ക്രിസ്റ്റലിനകത്ത് പെടാത്ത പുതിയ ആറ്റമോ പുതിയ അയോണുകളെയോ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇംപ്യൂരിറ്റി. അപ്പോൾ ഈ ഡിഫക്റ്റ് എപ്പോഴാണ് ഉണ്ടാകുക? ഫോംഡ് വെൻ ഫോറിൻ ആറ്റംസ് ഓർ അയോൺസ് ആർ പ്രസൻറ്റ് അറ്റ് ദി ലാറ്റിസ് സൈറ്റ് ഓർ അറ്റ് ദി ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ്സ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് സൈറ്റുകളിലോ അല്ലെങ്കിൽ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലോ മറ്റ് ആ ക്രിസ്റ്റലിൽ പെടാത്ത വേറെ ഏതെങ്കിലും ആറ്റം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അയോണുകൾ പ്രസൻ്റ് ആകുക, അപ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇഫ് മോൾട്ടൺ NaCl അഥവാ ഉരുകിയ സോഡിയം ക്ലോറൈഡ് കണ്ടെയ്നിങ് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഈസ് ക്രിസ്റ്റലൈസ്ഡ്, സം ഓഫ് ദി സൈറ്റ്സ് ഓഫ് Na+ ions are occupied by Sr2+. Each Sr2+ replaces 2 Na+ ions. It occupies the site of one ion and the other site remains vacant. Each Sr2+ replaces 2 Na+ ion. It occupies the site of one Na+ ion. And the other site remains vacant. ഇപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് ഈ പറഞ്ഞത്? ഇത് ഒരു NaCl ക്രിസ്റ്റലാണ് സങ്കല്പിക്കാം. NaCl ക്രിസ്റ്റലാണെങ്കിൽ ഇതിനകത്ത് ആര് മാത്രമേ പാടുള്ളൂ? Na+, Cl-, Na+, Cl-, അത് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, സോഡിയം ക്ലോറൈഡ്, ഉരുകിയ സോഡിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ ഉണ്ടാക്കുകയാണ് സങ്കല്പിക്കുക. അപ്പോൾ ആ ഉരുകിയ സോഡിയം ക്ലോറൈഡിനകത്ത് ഒരല്പം സ്ട്രോൺഷ്യം ക്ലോറൈഡ് കൂടി ഉണ്ട് എന്നും കൂടി സങ്കല്പിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? മോൾട്ടൺ NaCl ആണുള്ളത്. പക്ഷെ അതിനകത്ത് ഒരല്പം സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉണ്ട് ആ മിശ്രിതത്തിനകത്ത്. ഇനി ഇതിൽ നിന്ന് NaCl എന്ത് ചെയ്യുന്നു? ക്രിസ്റ്റലൈസ് ചെയ്ത് വരുന്നു. അങ്ങനെ ക്രിസ്റ്റലൈസ് ചെയ്ത് വരുമ്പോൾ ഈ NaCl-നകത്ത് ഏത് ഡിഫക്റ്റ് കാണപ്പെടുന്നുണ്ട്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്? ശരിക്ക് എന്ത് മാത്രമേ പാടുള്ളൂ? Na+ഉം Cl- മാത്രമേ പാടുള്ളൂ. പക്ഷേ എന്ത് സംഭവിക്കും? ഇവിടെ നോക്കൂ, Na+, Cl-, പിന്നെ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നെഗറ്റീവ് Cl-, അടുത്ത ഏതാ വരുന്നത്? Na+. ഈ Na+നെ അവിടെ നിന്ന് മാറ്റി പകരം ആര് വരുന്നു? Sr2+, സ്ട്രോൺഷ്യം അയോൺ. ഇതിപ്പോൾ എവിടുന്നാണ് വന്നത്? നമ്മൾ പറഞ്ഞു, ഈ മിശ്രിതത്തിനകത്ത് അല്പം എന്തുണ്ടായിരുന്നു? സ്ട്രോൺഷ്യം ക്ലോറൈഡ് ഉണ്ടായിരുന്നു. Sr2+ അവിടെ വന്ന് നിന്നു. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ക്രിസ്റ്റലിനകത്ത് പെട്ടതാണോ? അല്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതൊന്നുമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താ? ക്രിസ്റ്റലിനകത്തുള്ള അയോണുകൾ അതിൽ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിനകത്തുള്ള അയോൺ സ്ഥലം മാറി നിൽക്കുക. ഇതല്ലല്ലോ, ഇത് വേറൊരു പുതിയ അയോണാണ്. Na+ഉം അല്ല, Cl- അല്ലാത്ത പുതിയ അയോൺ, സ്ട്രോൺഷ്യം അയോൺ. Cl- ആണ് വന്നതെങ്കിൽ പ്രശ്നമില്ല, കാരണം എന്താ? ഇതിനകത്തുള്ള അയോണാണ്. അപ്പോൾ Sr2+ ഇവിടെ വന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ ചാർജ് അപ്പോൾ എന്തായി? ഒരു Na+ ഒരു പോസിറ്റീവ് ആണ്, Sr2+ 2 പോസിറ്റീവ്. അപ്പോൾ ചാർജ് എന്താവും? ഒരു പോസിറ്റീവ് അയോൺ കൂടും. അപ്പോൾ പോസിറ്റീവ് അയോൺ കൂടാൻ പാടുണ്ടോ? ഇല്ല. ഇതിൻ്റെ ചാർജ് ന്യൂട്രലായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു? ഇവിടെ അങ്ങനെ നോക്കൂ, പോസിറ്റീവ് Cl-, Na+, വീണ്ടും ഇവിടെ Cl- ആയതുകൊണ്ട് Na+, Cl-, ഇവിടെ ആരാ വരേണ്ടത്? Na+. ഒരു Na+ കൂടി ഇവിടുന്ന് പോയി. അപ്പോൾ എന്തിനായിരിക്കും പോയത്? അപ്പോൾ ഇവിടുത്തെ ഒരു Na+നെ മാറ്റിയിട്ടാണ് ആര് വന്നത്? Sr2+ വന്നത്. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് അയോൺ കൂടിയത് കൊണ്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു Na+ കൂടി ഇവിടുന്ന് പോകണം.
നമുക്ക് നോക്കാം. ഇഫ് മോൾട്ടൺ NaCl കണ്ടെയ്നിങ് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് SrCl2 ഈസ് ക്രിസ്റ്റലൈസ്ഡ്, അഥവാ കുറച്ച് സ്ട്രോൺഷ്യം ക്ലോറൈഡ് ചേർന്ന ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡിനെ, അല്പം സ്ട്രോൺഷ്യം ക്ലോറൈഡ് ചേർന്ന ഉരുകിയ അവസ്ഥയിലുള്ള സോഡിയം ക്ലോറൈഡിനെ ക്രിസ്റ്റലൈസ് ചെയ്യുമ്പോൾ സം ഓഫ് ദി സൈറ്റ് ഓഫ് Na+ അയോൺസ്, ആ ക്രിസ്റ്റലിനകത്തുള്ള Na+ അയോൺസിൻ്റെ ചില സ്ഥലങ്ങൾ ആർ ഒക്കുപ്പൈഡ് ബൈ Sr2+. ആ Na+നെ അവിടുന്ന് മാറ്റി പകരം ആര് വന്ന് നിൽക്കും? Sr2+ വന്ന് നിൽക്കും. ഈച്ച് Sr2+, ഓരോ Sr2+ഉം റീപ്ലേസസ് 2 Na+ അയോൺ, 2 സോഡിയം അയോണിനെ മാറ്റും. എന്തുകൊണ്ടായിരിക്കും? Sr2+ൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ ഒരു Na+നെ മാറ്റി ഒരു Sr2+ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് അധികം വരും. ആ അധികം വരുന്ന പോസിറ്റീവിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പം എന്ത് ചെയ്യണം? ഒരു Sr2+ ആണ് വന്ന് നിൽക്കുന്നത് എങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 Na+ അവിടുന്ന് പോകും. അപ്പോൾ 2 വാക്കൻസി വരേണ്ടതാണ്. പക്ഷെ ഒരു വാക്കൻസിയിൽ ആര് വന്ന് നിൽക്കും? Sr2+ വന്ന് നിൽക്കും. ഒരു വാക്കൻസി അവിടെ വാക്കൻ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ അതാണ് ഈച്ച് Sr2+ റീപ്ലേസസ്, ഓരോ Sr2+ഉം 2 Na+ അയോണിനെ റീപ്ലേസ് ചെയ്യും. ഇറ്റ് ഒക്കുപ്പൈസ്, ഇറ്റ് എന്ന് പറഞ്ഞാൽ Sr2+ occupies the site of 1 Na+ അയോൺ. ഒരു Na+ അയോണിൻ്റെ സ്ഥാനത്ത് ആ വരുന്ന Sr2+ വന്ന് നിൽക്കും. ആൻഡ് ദ അതർ സൈറ്റ്, 2 Na+ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു Sr2+ വന്ന് നിൽക്കും. അതർ സൈറ്റ്, അടുത്ത Na+ പോയ ആ അതർ സൈറ്റ് റിമൈൻസ് വാക്കൻ്റ്, അത് വാക്കൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പെടാത്ത ഒരു പുതിയ അയോണാണ്. അപ്പോൾ ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫോംഡ് വെൻ ഫോറിൻ ആറ്റംസ് ഓർ അയോൺസ് ആർ പ്രസൻറ്റ് at the lattice site or at the interstitial site of a crystal. ഒരു ക്രിസ്റ്റലിൻ്റെ ലാറ്റിസ് സൈറ്റിലോ ഇൻ്റർസ്റ്റേഷ്യൽ സൈറ്റിലോ ആ ക്രിസ്റ്റലിൽ പെടാത്ത ഏതെങ്കിലും ആറ്റമോ ഏതെങ്കിലും അയോണുകളോ പ്രസൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട്, അപ്പോൾ ഇത് പഠിക്കണം. അതുപോലെ രണ്ടാമത്തെ ഒരു എക്സാമ്പിളാണ് സിമിലർ ഡിഫക്റ്റ് ഈസ് ഫോംഡ് വെൻ മോൾട്ടൺ AgCl കണ്ടെയ്നിങ് എ ലിറ്റിൽ എമൗണ്ട് ഓഫ് കാഡ്മിയം ക്ലോറൈഡ് ഈസ് ക്രിസ്റ്റലൈസ്ഡ്. നേരത്തെ പറഞ്ഞ സോഡിയം ക്ലോറൈഡിന് പകരം ആര്? AgCl. അതുപോലെ സ്ട്രോൺഷ്യം ക്ലോറൈഡിന് പകരം ആര്? കാഡ്മിയം ക്ലോറൈഡ്. അപ്പോൾ അല്പം കാഡ്മിയം ക്ലോറൈഡ് ഉൾക്കൊള്ളുന്ന ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ ക്രിസ്റ്റലൈസ് ചെയ്താൽ ഇതേ ഡിഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ Na+ൻ്റെ സോഡിയം ക്ലോറൈഡിന് പകരം ഇവിടെ ആരാണ്? സിൽവർ ക്ലോറൈഡാണ്. അപ്പോൾ Ag+, ഇവിടുന്ന് Ag+നെ മാറ്റി പകരം ആര് വന്ന് നിൽക്കും? കാഡ്മിയം വന്ന് നിൽക്കും. കാഡ്മിയത്തിൻ്റെ ചാർജ് Cd2+ ആണ്. അപ്പോൾ 2 എണ്ണം, ഒരു കാഡ്മിയം, 2 സിൽവറിൻ്റെ Ag+ ആണ്. അപ്പോൾ ഇവിടുന്ന് ഒരു Ag+ പോവും, ഇവിടുന്ന് ഒരു Ag+ പോവും. ഒരു സ്ഥലത്ത് ആരും വന്ന് നിൽക്കും? കാഡ്മിയം വന്ന് നിൽക്കും. അപ്പോൾ ഇതും എന്തിന് എക്സാമ്പിളാണ്? ഇംപ്യൂരിറ്റി ഡിഫക്റ്റ് ആണ്. അപ്പോൾ വളരെ നന്നായി മനസ്സിലാക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.